ഓക്കെ. ഇനി നേരെ ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ഒട്ടിക്കുക. നേരെ പുറകോട്ട് വിളിച്ചിട്ട് ഗിയർ. ഓക്കെ. ഇനി വല്ല ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഈ സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ നമ്മൾ മൂവ്മെൻറ്റ് എടുക്കണം വണ്ടി. കുറച്ചും കൂടെ ഒന്ന് സ്പീഡാക്കിക്കുക. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തേർഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എല്ലാം ക്ലച്ച് ഒട്ടി ജസ്റ്റ് ഫ്രണ്ടിലോട്ട് തട്ടിയിട്ടാൽ തേർഡ്. ഓക്കെ. ഈ തേർഡ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അതായത് തേർഡ്, ഫസ്റ്റ്, അതുപോലെ 5 ഈ 3 ഗിയറുകളാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം തേർഡ്, ഫസ്റ്റ്, 5 ഈ 3 ഗിയറുകളാണ് മുകളിലുണ്ടാവുക. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഈ 3 ഗിയറുകളും ചിലപ്പോൾ എന്താ നമ്മൾ ഇടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഇനി ക്ലച്ച് ഒട്ടി ഫോർത്തിലോട്ട് ഇട്ട് ആക്സിലേറ്റർ നേരെ ക്ലച്ച് നേരെ വെച്ചിട്ട് ഫോർത്ത്. ഓക്കെ. ഇനി മെല്ലെ ക്ലച്ച് നേരെ എടുത്തിട്ട് മെല്ലെ ആക്സിലേറ്റർ. ഓക്കെ. ഓക്കെ. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്കൊന്ന് ബ്രേക്ക് ഓട്ടണം. നമ്മൾ എന്താണ് ചെയ്യുക? 2 രീതിക്കുണ്ട്. ഇപ്പോൾ നീ ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടു, നിനക്കൊന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് സൈഡാക്കണം. ഒന്ന് സൈഡാക്കി നോക്കി. ആദ്യം ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുക. ഓക്കെ. എല്ലാം ക്ലച്ച് ചവിട്ടി ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്രേക്ക് പൂർണ്ണമായിട്ടും ചവിട്ടണ്ട കേട്ടോ. എവിടെയാണോ നിർത്തേണ്ടത് ആ സ്പോട്ടിൽ എന്ത് ചെയ്യാം? കണ്ടോ, വണ്ടി ഒതുക്കി നിർത്തിയില്ലേ? വണ്ടി ഒതുക്കി നിർത്തി. ഇനി നേരെ ഫസ്റ്റിലോട്ട് ഇട്ടേ. ഓക്കെ. ഇനി വീണ്ടും നമ്മളൊരു വണ്ടി എടുത്തു വരുന്ന പോലെ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടേ. ഓക്കെ. മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തു. മിററിൽ ശ്രദ്ധ വേണം. വണ്ടി ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഇനി മെല്ലെ ആക്സിലേറ്റർ കൊടുത്ത് മെല്ലെ ആക്സിലേറ്റർ കൊടുത്ത് ആക്സിലേറ്ററിന്ന് ഇൻഡിക്കേറ്റർ ഓഫാക്കി ആക്സിലേറ്ററിന്ന് കാല് മെല്ലെ മാറ്റി ക്ലച്ച് കൊട്ടി സെക്കൻഡിലോട്ട് ഇട്ടോ. ക്ലച്ച് കൊട്ടി നേരെ പുറകോട്ട് വിളിച്ചിട്ട് സെക്കൻഡ്. ഓക്കെ. ക്ലച്ചിന്ന് മെല്ലെ കാലെടുക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ വീണ്ടും കൊടുക്കുക. ആക്സിലേറ്ററിന് കാല് മാറി ക്ലച്ച് കൊട്ടി തേർഡ്. ഓക്കെ. വെരി ഗുഡ്. ഈ തേർഡ് ഇടുമ്പോൾ, ഈ സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റിലോട്ടാണ് ആ ഗിയർ പോകുന്നതെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം. വണ്ടി പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്ലോ ആയി നിന്ന് പോകാനും. ഇനി മെല്ലെ ഇപ്പം ആദ്യം നമ്മൾ ബ്രേക്കിംഗ് പറഞ്ഞില്ലേ? ഇനി മെല്ലെ ക്ലച്ച് മെല്ലെ ബ്രേക്ക്. കണ്ടോ? ഇങ്ങനെയും നിർത്താം. ഇനി നേരെ ഫസ്റ്റിലോട്ട് ഇട്ടേ. ഓക്കെ. ഇനി മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തേ. ചവിട്ടി പിടിക്കരുത്. ക്ലച്ച് പിടിച്ചൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ. ഇപ്പം നീ വണ്ടി റിലീസ് ചെയ്യുന്നതിന് പകരം നീ എന്ത് ചെയ്ത് ബ്രേക്കിൽ ചവിട്ടി വെച്ചതുകൊണ്ടാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ. ഓക്കെ. മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തു തന്നെ. ക്ലച്ച് മെല്ലെ മെല്ലെ റിലീസ് ചെയ്തു. ഓക്കെ. ഇപ്പം നീ എന്ത് ചെയ്തു? അത് ആ ചവിട്ടി പിടിച്ചുകൊണ്ടാണ് വണ്ടി എന്ത് ചെയ്തത്? അവിടെ നിന്നത്. കാരണം ബ്രേക്കിൻ്റെ ഉപയോഗം എന്താ? ഒന്നെങ്കിൽ നിർത്തുവാനും വണ്ടി സ്ലോ ചെയ്യാനും നമ്മൾ സഹായിക്കാനാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ. മെല്ലെ ആക്സിലേറ്റർ കൊടുത്തേ. അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒന്ന് സ്പീഡാക്കിക്ക്. ഇനി നെക്സ്റ്റ് സെക്കൻഡിലോട്ട് ഇട്ടോ. ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് തൊട്ട് നേരെ പുറകോട്ട് വെച്ചിട്ട് സെക്കൻഡ്. അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഇത് ഡേ ടു ഡേ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ദിവസവും വാഹനം ഓടിക്കുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നീ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ് കേട്ടോ. തേർഡിലോട്ട് ഇട്ടോ. ക്ലച്ച് എന്തുകൊണ്ടാണ്? കണ്ടോ, ക്ലച്ചിലോട്ട് കാല് വരാത്തതുകൊണ്ടാണ്. കണ്ടോ, വീണ്ടും നമ്മൾക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ഫസ്റ്റിലോട്ടാണ് ഇട്ടത്. സെക്കൻഡിലോട്ട് ഇട്ട് ക്ലച്ചിന് നല്ല കാലെടുത്തിട്ട് ആക്സിലേറ്റർ. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്പീഡാക്കിക്ക്. ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ഒട്ടിക്ക്. ക്ലച്ച് ഒട്ടുക. അതാണ് തേർഡ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് തേർഡ് വീണ. കണ്ടോ? കാരണം എന്താ? അധികം ബലം നമ്മൾ തേയിലോട്ട് ഇടാൻ നേരത്ത് കൊടുക്കണ്ട. ഓക്കെ. അപ്പോൾ നീ തിരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? തട്ടേക്ക് തുടങ്ങി കേട്ടോ. തിരിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തേയിലോട്ട് വീഴാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ഒട്ടി ഫോർത്തിലോട്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ 4 ഗിയേഴ്സ് മാറി ഓടുന്നത്. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ കണ്ടില്ലേ? അതെന്തുകൊണ്ടാണ്? അത് ആ ഗിയർ, ഇപ്പോൾ 4th ഗിയറിലാണ് വണ്ടി ഉള്ളത്. ആ ഗിയറിൽ ആ വണ്ടി ആപ്റ്റല്ല. അതുകൊണ്ട് വണ്ടി തന്നെ എന്ത് ചെയ്യുന്നതാണ്? റിജക്ഷൻ ആവുന്നതാണ്. വണ്ടി തന്നെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് തേയിലോട്ട് തന്നെ ഇട്ട് കൊടുത്തേക്കുക. കാരണം അങ്ങനെ വരാൻ കാരണം ഒന്നെങ്കിൽ റോഡ് അതുപോലത്തെ റോഡായിരിക്കും,